എന്താടാ നിങ്ങൾക്ക് പറ്റിയത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ ഭാര്യ ഭർത്തൃ ബന്ധമേ ഇല്ല. ഞങ്ങളുടെ ഇടയിൽ അങ്ങനെയുള്ള ഒരു സ്നേഹവും ഇല്ല അങ്കിളെ. അതുകൊണ്ടാ ഇപ്പൊ ഞങ്ങള് തമ്മിൽ അകലാൻ തീരുമാനിച്ചിരിക്കുന്നത്. വീട്ടുകാർക്കറിയോ ഇത്? അവരിതിന് സമ്മതിച്ചോ? ഇല്ല അങ്കിളെ, വീട്ടുകാർക്കറിയില്ല. ശരി, ഞാൻ തന്നെ വിളിച്ചു പറയാം. അയ്യോ അങ്കിള് പ്ലീസ്, അങ്കിള് ഫോൺ ചെയ്യരുത്. ഈ കാര്യം വീട്ടുകാരറിയാൻ പാടില്ല. ഡിവോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നാ വിചാരിച്ചിരിക്കുന്നത്? വെറുതെ വന്ന് ഇഷ്ടമല്ല അകലണമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്നാണോ? കല്യാണം വീട്ടുകാരെല്ലാം അറിഞ്ഞില്ലേ നടത്തിയത്? അപ്പൊ ഈ ഡൈവേഴ്സ് ആവുമ്പോ തീരുമാനം നിങ്ങൾ ഒറ്റയ്ക്കെടുത്താൽ മതിയോ? അങ്കിൾ, അത് വീട്ടുകാരോട് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട പ്ലീസ്. ശരി, അവളെ ഇപ്പൊ എന്തുകൊണ്ടാ വേണ്ടാത്തത്? അവൾ എന്ത് ചെയ്തു നിന്നോട്? അവളൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങള് പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വന്നിരിക്കല്ലേ? ഈ ഉത്സാഹവും ഈ ഓജസ്സും ഒക്കെ ഒന്നിച്ച് ജീവിക്കാനായി കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. ഞാൻ വിളിച്ചോണ്ട് വരാം. അങ്കിൾ, എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അത്? മോളിരിക്കെ. തൃശൂൽ, ഞാൻ അവളോട് മാത്രമായിട്ട് സംസാരിക്കട്ടെ. നീ വെളി നിൽക്ക്. ശരി അങ്കിളെ. പറ മോളെ, ഡിവോഴ്സ് ആകാൻ നിങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണോ അതോ അവൻ നിന്നെ ഫോഴ്സ് ചെയ്താണോ? അത് ഞങ്ങളുടെ തീരുമാനം. അവൻ എന്തെങ്കിലും ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞതാവും. നീയെങ്കിലും അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുമോളെ. ദാമ്പത്യം എന്നതൊരു കണ്ണാടി പോലെയാണ്. ഒരു പ്രാവശ്യം ഉടഞ്ഞു പോയാൽ പിന്നെ അത് കൂട്ടിച്ചേർക്കാനാവില്ല. ഇപ്പോഴേ അത് പൊട്ടിക്കഴിഞ്ഞു. ഇനി അതൊന്നു ചേർക്കാനാവില്ല. എന്നുവെച്ചാ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് സാരം. ശരി, അവനെ എന്തുകൊണ്ട് വേണ്ട? അവൻ എന്ത് തെറ്റാ ചെയ്തത്? അത് അവനായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവൻ എന്നെ ഒരുപാട് പ്രണയിച്ച് എന്നെ നേടാൻ വേണ്ടി എന്റെ കഴുത്തിൽ താലി കെട്ടി. എന്നിൽ നിന്നവൻ പ്രണയം ആഗ്രഹിച്ചു. പക്ഷെ എനിക്ക് അവനോട് പ്രണയം തോന്നുന്നതേയില്ല. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അങ്കിൾ. വളരെ നല്ലവനവൻ. ഞാൻ കാരണം അവന്റെ ജീവിതം നശിച്ചു പോവുക. ദയവേത് ഞങ്ങളെ തമ്മിൽ അകറ്റിയാലോ. തൃശ്ശൂർ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാം എന്റെ തെറ്റാ. അവളുടെ കഴുത്തില് ബലമായിട്ട് ഞാൻ താലി കെട്ടി പ്രണയിക്കുന്നു പറഞ്ഞ് പുറകെ നടന്നു. അവൾ വളരെ നല്ലവളാ. അവൾ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം. തൃശൂൽ, തൃശൂൽ, നിങ്ങൾ തമ്മിൽ അകലുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. എത്രയോ ദമ്പതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വരാറുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുകയാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്കിൾ, ഇനി തീരുമാനത്തിലൊരു മാറ്റമില്ല. ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. ശരി, ലോയറായി എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യാം. അപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡൈവോഴ്സ് കിട്ടുമെന്നാണോ? എപ്പോഴായിരിക്കും അത്? 90 ദിവസം മുതൽ 6 മാസം വരെ എടുത്തേക്കാം. അയ്യോ, അത്രയും ദിവസം എടുക്കുമോ? അതെന്താ അങ്ങനെ? ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡൈവോഴ്സ് വേണം. നിങ്ങൾ വിചാരിച്ച ഉടനെ വേർപെടാനൊന്നും കോർട്ട് സമ്മതിക്കത്തില്ല. നിങ്ങൾ എടുത്തു ചാടി തീരുമാനിച്ചതാവാം, പക്ഷേ കോടതി അത് അനുവദിക്കത്തില്ല. അവർക്ക് അവരുടേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ വാദം, മറുവാദം എല്ലാം നടക്കണം.
അല്ലെങ്കിൽ രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറ്റില്ല. അതും താണ്ടി നിങ്ങൾക്ക് വേഗം ഡിവേഴ്സ് വേണമെന്നാണെങ്കിൽ അതിന് മറ്റൊരു വഴിയുണ്ട്. അതിന് നിങ്ങളിൽ ആരെങ്കിലും സമ്മതിക്കണം. കോടതിക്ക് മുമ്പിലും അത് സമ്മതിക്കണം. പറയൂ അങ്കിൾ, അതെന്തായാലും സാരമില്ല, ഞാൻ ചെയ്തോളാം. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് സമ്മതിക്കണം. അതല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് സമ്മതിക്കണം. എന്ന് വെച്ചാൽ അവിഹിതമായ ബന്ധം. അങ്ങനെയാണെങ്കിൽ 2 ഹിയറിംഗ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും. ശരി അങ്കിൾ, എനിക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. ഞങ്ങൾക്ക് ഡൈവോഴ്സ് വാങ്ങിയതാ. ശിവാനി സന്തോഷമായിട്ടിരിക്കണം. വേണ്ട വേണ്ട, ഇല്ലാത്ത കാര്യം നീ എന്തിനാ സമ്മതിക്കുന്ന തൃശൂൽ? ജീവിതകാലം മുഴുവൻ നീ സന്തോഷമായിട്ട് ഇരിക്കേണ്ടവനാ. ആ പ്രോബ്ലംസ് എനിക്കാണുള്ളതെന്ന് ഞാൻ പറഞ്ഞോളാം അങ്കിൾ. അതൊന്നും വേണ്ട ശിവാനി, നീ ജീവിതകാലം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കണം. അങ്കിൾ, ഈ ഒരു പ്രോബ്ലം എനിക്കാണെന്ന് ഞാൻ സമ്മതിച്ചാ പോരെ? അയ്യോ വേണ്ട അങ്കിൾ, അങ്ങനെ മാത്രം ചെയ്യില്ലേ. ഒന്ന് വെറുതെ ഇരിക്കും ശിവാനി. എനിക്ക് നീയാണ് പ്രധാനം. നീ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് നീ മുഖ്യമാണ്. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. നിന്നെ ബലമായിട്ട് താലി കെട്ടി നീ ഞാനല്ലേ? നിന്റെ പുറകെ നടന്ന് പ്രണയിക്കുന്നു എന്ന് പറഞ്ഞ് ശല്യം ചെയ്തത് ഞാനല്ലേ? നീ എന്നെ എത്ര പ്രണയിച്ചിട്ടും തിരികെ സ്നേഹം നൽകാൻ പറ്റാത്തത് എനിക്കല്ലേ? ഞാൻ കാരണം നിന്റെ ജീവിതം നശിക്കരുത്. ഞാൻ കാരണം നിന്റെ ജീവിതം നശിക്കാൻ പാടില്ല. ഒന്ന് നിർത്തോ? പരസ്പരം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഉണ്ട്, ബഹുമാനവും ഉണ്ട്. പിന്നെന്തിനാ ഡിവോഴ്സ് എന്നൊരു തീരുമാനത്തിലെത്തിയത്? എനിക്കത് മനസ്സിലാവുന്നില്ല. അങ്കിൾ, വീണ്ടും ഇങ്ങനെ പറയല്ലേ. ഞങ്ങൾക്ക് ഡൈവോഴ്സ് വാങ്ങിത്താ. 90 ദിവസമായാലും കുഴപ്പമില്ല, 6 മാസമായാലും കുഴപ്പമില്ല. ഇതാണോ നിങ്ങളുടെ അവസാന തീരുമാനം? ഇത് തന്നെ ഞങ്ങളുടെ അവസാന തീരുമാനം. ഞങ്ങൾ തമ്മിൽ അകലുന്നത് തന്നെ നല്ലത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന്. എനിക്കെതിരെ നിയമപരമായി നീങ്ങാൻ, എന്റെ കഥ അവസാനിപ്പിക്കാനാ. മയേ, ഇനി എനിക്ക് രക്ഷയില്ല. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിനക്കിത് എന്താ പറ്റിയേ? ഇവര് ലോയർ ഓഫീസിലേക്ക് എന്തിനാ വന്നതെന്നറിയോ? എല്ലാ സ്വത്തുക്കളും അവരുടെ പേരിലാക്കി മാറ്റാൻ വേണ്ടിയാ. എന്നുവെച്ചാ അച്ഛനും ഇപ്പൊ ഔട്ട് ഓഫ് ടൗണാ. ഈ സമയം അവർ ഉപയോഗപ്പെടുത്തും. ഞങ്ങളുടെ വീടും സ്വത്തുക്കളും പണവും കൺസ്ട്രക്ഷൻ കമ്പനിയും എല്ലാം അവന്റെ പേരിലാക്കാനാ. തൃശൂൽ അങ്ങനെ ഒരാളല്ല. മായേ, അവൻ ആദ്യം എങ്ങനെയായിരുന്നു അറിയോ എനിക്ക്? കൊച്ചു മുതലാളി എന്ന് വിളിച്ചുകൊണ്ട് എന്റെ വാലി തൂങ്ങി നടക്കുന്നവനായിരുന്നു. എപ്പോഴാണോ അവനാണ് യഥാർത്ഥ മകനെന്ന് മനസ്സിലാക്കിയത്, അന്ന് മുതൽ രാജാവിനെ പോലെ അവൻ ബിഹേവ് ചെയ്യുന്നത്. അല്ല, അവരതിനും തന്നെയാ പോയിരിക്കുന്നതെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? 100% അങ്ങനെ തന്നെ ആവാനാ സാധ്യത. എന്നെ എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി എല്ലാ പ്ലാനും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അറിഞ്ഞു കഴിഞ്ഞ എന്താ? അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവരിനി അങ്ങോട്ട് ഒന്നാ. ശിവാനി ഒരിക്കലും എനിക്ക് കിട്ടില്ല. സ്നേഹിച്ചു പോയി ഞാൻ അവളെ. അതല്ല എന്റെ തെറ്റ്, അതല്ല എന്റെ തെറ്റ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ആർക്കും ആരുടെയും പ്രണയം നഷ്ടപ്പെടരുത്. ഞാനവിടെ എന്താ നടക്കുന്നതെന്ന് പോയി നോക്കിയിട്ട് വരാം. ഓരോരോ അച്ഛനമ്മമാർക്കും അവരുടെ മക്കളുടെ ജീവിതത്തെപ്പറ്റിയും കല്യാണത്തെപ്പറ്റിയും എത്ര സങ്കല്പങ്ങളുണ്ടെന്നറിയാവോ? ആ സങ്കല്പങ്ങളെ ഇല്ലാതാക്കരുത്. അവർക്കിപ്പോൾ വയസ്സായി വരിക. നിങ്ങൾ കുട്ടികളല്ലേ. 4 ദിവസം കൊണ്ട് അകലും, ബ്രേക്കപ്പ്, ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതങ്ങ് മറക്കും. എന്നാൽ അവരോ ജീവിതകാലം അതോർത്ത് ദുഃഖിക്കും. അവസാനമായിട്ട് പറയുക, നിങ്ങളുടെ ഈ തീരുമാനം മാറ്റണം. അങ്കിള്, വീട്ടിലെല്ലാവരെയും ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. എനിക്ക് ആരും വിഷമിപ്പിക്കുന്നത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഡൈവോഴ്സ് വേണം.
എന്താ ശിവാനി, എന്തു പറ്റി? സൈൻ ചെയ്. ശിവാനി, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാ എങ്ങനെയാ? കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുന്നേ. കമോൺ. നീ എന്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ തന്നെ നന്നായിരിക്കും. ഐ ലവ് യു ശിവാനി. എന്തിനാ ഞാനിപ്പോ ഇതൊക്കെ ഓർക്കുന്നേ? എന്റെ മനസ്സിന് എന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. ശിവാൻ, സൈൻ ചെയ്യാൻ ഇത്രയും സമയമോ? ശരി, ആദ്യം ഞാൻ തന്നെ സൈൻ ചെയ്യാം. അത് മനസ്സിലായി. സൈൻ ചെയ്. നോക്ക് ശിവാനി, ഒരു പേനയ്ക്ക് പോലും പെണ്ണിന്റെ മനസ്സ് മനസ്സിലാവുന്നില്ല. എന്തോ നിങ്ങളെ തമ്മിൽ അകറ്റാൻ വിധിക്കും ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. തൃശൂൽ, മറ്റൊരു ദിവസം അങ്ങനെയാണെങ്കിൽ അങ്കിൾ ഒരു മിനിറ്റ്. ഇത്രയും ദിവസമായിട്ട് തോന്നാത്ത പ്രണയം ഇനി മറ്റൊരു ദിവസം തോന്നുന്നതാണോ? വേറൊരു പേന താങ്കളെ ശിവാനി സൈൻ ചെയ്ത് തന്നോളൂ. മോളെ, സൈൻ ചെയ്ത് ശിവാനി. ഡിവോഴ്സ് എന്ന 3 അക്ഷരത്തിന്റെ പദം നമ്മുടെ കല്യാണം എന്ന 3 അക്ഷരത്തിന്റെ ബന്ധം മുറിച്ച് 3 അക്ഷരമുള്ള ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവാ. സൈൻ ചെയ്ത് ശിവാനി. Congrats. എനിക്ക് പ്രണയമൊന്നുമില്ല, മനസ്സിലാക്കിക്കോ. എനിക്ക് ഇതിൽ നിന്നൊരു മോചനം തരാൻ പറ്റുമോ? നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന ഒന്നില്ല.
ശരി, 6 മാസം സമയമുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ കേസ് നമുക്ക് പിൻവലിക്കാം. ശരി അങ്കിൾ, ഞങ്ങൾ ഇറങ്ങട്ടെ. തൃശൂൽ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ചിരിയുടെ മുഖംമൂടി അണിയണ്ട. ഓപ്പൺ ചെയ്യാത്തതിലുള്ള ദേഷ്യമാണ്. ലോയർ ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നിനക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിരുന്നു. ആ സമയത്ത് നിങ്ങൾ എൻ്റെ ഭാര്യയായിരുന്നു. പക്ഷെ ഇപ്പോൾ അല്ല. ഇനി മുതൽ നമുക്കിടയിൽ ഒന്നുമില്ലല്ലോ. എല്ലാം തീർന്നില്ലേ? അതെ, ഇന്നു മുതൽ ഞാൻ നിന്റെ ഭാര്യയോ അല്ല, നീ പ്രണയിക്കുന്ന പെൺകുട്ടിയോ അല്ല. അവസാനം വരെ നിങ്ങൾക്ക് എന്നെ വേണമെന്ന് തോന്നിയിട്ടേ ഇല്ലേ? നീ ഇപ്പൊ വണ്ടി എടുക്കുന്നുണ്ടോ അതോ ഞാൻ വേറെ വണ്ടി പിടിച്ചു പോണോ? അതിന്റെ ആവശ്യമില്ല. ത്രിവിക്രം, നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നോക്കുമായ, ഞാൻ ഓൾറെഡി നല്ല ദേഷ്യത്തിലാ. ഓരോന്ന് പറഞ്ഞ് എന്റെ ദേഷ്യം വെറുതെ കൂട്ടാൻ നിൽക്കണ്ട. നീ കാര്യം അറിഞ്ഞു കഴിഞ്ഞാ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്താ? തൃശൂലും ശിവാനിയും തമ്മിൽ പിരിയാൻ പോകുന്നു. അതും നിയമപരമായി. വാട്ട്? അവര് രണ്ടുപേരും അവിടേക്ക് പോയിരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെ സ്വത്തിന്റെ കാര്യത്തിനല്ല. അവർക്ക് തമ്മിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിരിയാൻ വേണ്ടിയാ. ഈ കാര്യം കേട്ടിട്ട് എത്ര സന്തോഷം തോന്നുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്റെ ഈ ജോലിക്ക് പിന്നിൽ എന്റെ സ്വാർത്ഥതയുമുണ്ട് ത്രിവിക്രം. എനിക്ക് എന്റെ ആദിശേഷനെ വേണം. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത്. താങ്ക് യു സോ മച്ച് മായ. ഇനി ശിവാനിയെ ഞാൻ എങ്ങനെയാ ടേക്ക് കെയർ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? ആ നാറിയുടെ പേര് പോലും അവൾ ഓർത്തിരിക്കില്ല. തൃശൂലെന്ന് കേട്ടാ തന്നെ ജീവിതത്തിലെ വെറുക്കപ്പെട്ട ദിനങ്ങളായിരിക്കും ഓർത്തിരിക്കേണ്ടത്. യെസ്. എന്തിനാ ഇവിടെ നിർത്തിയത്? സെയിം ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ ചോദിച്ചല്ലോ. ദൈവത്തോട് ഒന്നുകൂടെ പ്രാർത്ഥിച്ചിട്ട് പോവാന്ന് കരുതി. സെയിം ആൻസർ. ഇപ്പോഴും എന്തിനാ അമ്പലത്തിലേക്ക് പോന്നേ? പോകുന്ന കാര്യം ഭംഗിയായിട്ട് നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ? അതുകൊണ്ടൊരു താങ്ക്സ് പറയാന്ന് കരുതി. അതിപ്പോ തന്നെ വേണമെന്നുണ്ടോ? ഞാൻ അങ്ങനെയാ മാഡം. സ്നേഹിക്കുന്നവരെ തിരിച്ച് ഞാൻ സ്നേഹിക്കും. സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാൻ പറ്റില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറയാറുണ്ട്.